ഹലോ ഗായ്സ്, നമ്മളൊരു റോബോട്ട് വാക്യൂം ക്ലീനർ ഓർഡർ ചെയ്തായിരുന്നു. അത് ഇന്ന് ഡെലിവറി ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരാള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. Oh my god. Okay. That's huge. It's huge and heavy. Yeah. It's heavy. ഇവിടെ തുറക്കണോ അതോ അകത്ത് പോയിട്ട് തുറക്കണോ? അകത്ത് പോ. Okay. Here we go. നമുക്ക് തുടങ്ങാം. നമ്മുടെ X10 Pro Omni ഇതുണ്ട്. How do you like the packaging? തുറന്നോളൂ. പിന്നെ നേരെ വെക്കണം. ആ. ഹെവി ഗൈസ്, ഏകദേശം ഒരു 16 കിലോ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂഫിയുടെ X10 Pro Omni. അപ്പോൾ ഇതിൻ്റെ അകത്ത് 3 ഫീച്ചേഴ്സാണ് അവർ മെയിൻലി എടുത്ത് കാണിക്കുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ഡിറ്റക്ഷൻ. ഈ ഒരു വാക്യൂം മോപ്പ് ശരിക്കും ലൈഡർ നാവിഗേഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അതായത് ലേസർ യൂസ് ചെയ്താണ് മൂവ് ചെയ്യുന്നത്. അതിന് പുറമെ ഇതിനൊരു ക്യാമറ ഉണ്ട്. ഈ ക്യാമറ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇമേജ് എടുക്കും. ഇവർ പറയുന്ന ഇമേജ് ഇവരുടെ സ്റ്റോറിയിലല്ല. അത് കഴിഞ്ഞിട്ട് ഈ ഇമേജിനെ അവർ പ്രോസസ്സ് ചെയ്തിട്ട് അതെന്താണെന്ന് അതിൻ്റെ AI യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ചെരുപ്പ് ഇരിക്കുകയാണെങ്കിൽ ആ ചെരുപ്പിൻ്റെ ഒരു ഇമേജ് എടുത്തിട്ട് അത് ചെരുപ്പാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് എന്ത് തരം ഒബ്സ്റ്റക്കിളാണെന്ന് കണ്ടതിന് ശേഷം അത് അതിനെ അവോയ്ഡ് ചെയ്ത് അതിൻ്റെ ചുറ്റും അത് വാക്യൂം ചെയ്യാനും മോപ്പ് ചെയ്യാനും തുടങ്ങും. പിന്നുള്ളത് ഇതിൻ്റെ ഡീപ്പ് ക്ലീനിങ് ആയിട്ടുള്ള ഒരു മോപ്പ് മാസ്റ്റർ 2 എന്ന് പറഞ്ഞ സിസ്റ്റം. അതായത് 2 റൊട്ടേറ്റിംഗ് മോപ്പാണ് ഉള്ളതിന്. അത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പെൻറ്റഗൺ ഷേപ്പാണ്, സർക്കുലർ ഷേപ്പ് അല്ല. സോ അതിൻ്റെ ഇടയിലൊന്നും മിസ്സാവാതിരിക്കാനാണ് അവർ ഈ പെൻറ്റഗൺ ഷേപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. ഒരു 1 kg ഡൗൺവേർഡ് ഫോഴ്സ് കൊടുത്തിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്ത് സ്റ്റെയിൻ ആണെങ്കിലും, ഒട്ടിപ്പിടിച്ച സ്റ്റെയിൻ ആണെങ്കിൽ പോലും അത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. പിന്നെ ഇതിൻ്റെ മേജർ വേറൊരു ഡിസൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോ ഡീറ്റാങ്കിൾ കോംബ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ബ്രിസൽസ് ശരിക്കും ഒരു കോമ്പിൽ കൂടെ, ഒരു മെറ്റൽ കോമ്പിൽ കൂടെ പോകുന്നത്, നമ്മുടെ ഒരു റേസറിനെ പോലെ. അപ്പോൾ ഈ റേസർ ഈ ഹെയറിനെ പിടിച്ചിട്ട് അത് ഡീറ്റാങ്കിൾ ചെയ്യും. അപ്പോൾ നമുക്കത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഡോക്ക് തന്നെയാണ്. ഇങ്ങനെ ഒരു ഒമ്നി സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വാക്യൂം ക്ലീനർ വാക്യൂം ചെയ്തു, മോപ്പ് ചെയ്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, തിരിച്ച് ഈ ഒമ്നി സ്റ്റേഷൻ പോയതിന് ശേഷം ഇതിൻ്റെ കളക്ഷൻ ബിന്നെന്ന് റീവാക്യൂം ചെയ്ത് ഇതിൻ്റെ അകത്ത് ഒരു ബാഗുണ്ട്. ആ ബാഗിലോട്ട് കൊണ്ടുപോകും. നമുക്ക് ജസ്റ്റ് ആ ബാഗ് എടുത്ത് മാത്രം ഡിസ്പോസ് ചെയ്താൽ മതി. പിന്നെ ഈ മോപ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്ര ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരും. എന്നിട്ട് ആ മോപ്പിനെ വെള്ളം വെച്ച് തന്നെ ഈ സ്റ്റേഷൻ കഴുകും. എന്നിട്ട് ആ ഇതിന് യൂസ് ചെയ്യാനായിട്ട് ഇവിടെ പ്യൂർ വെള്ളമുണ്ട്. ക്ലീൻ ചെയ്ത് വരുന്ന അഴുക്ക് വെള്ളം തിരിച്ച് വേറെ സ്റ്റേഷനിൽ വന്ന് ഒരു ബക്കറ്റിൻ്റെ അകത്ത് സ്റ്റോർ ആകും. ആ ബക്കറ്റ് എടുത്ത് നമ്മൾ കളഞ്ഞാൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ മെയിൻ വേറൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കാർപ്പറ്റും നമ്മുടെ നോർമൽ ഫ്ലോർസും തമ്മിൽ ഇതിന് മനസ്സിലാക്കാൻ പറ്റും. കാർപ്പറ്റ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ സെൻസേഴ്സ് അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോപ്പിന് അത് ലിഫ്റ്റ് ചെയ്യും. അതൊരു 12 mm ലിഫ്റ്റാണ് പറയുന്നത്. അപ്പോൾ 12 mm ഹൈയിൽ നിൽക്കുമ്പോഴത്തേക്കും അത് കാർപ്പറ്റ് വെറ്റാവാതിരിക്കാനുള്ളൊരു ഡിസൈനാണ്. ഇതിന് 8000 പാസ്കൽ അൾട്രാ പവർ സെക്ഷൻ ആണുള്ളതെന്നാണ് പറയപ്പെടുന്നത്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് മോപ്സ് അവൈലബിൾ റൈറ്റ് നൗ. ആൻഡ് ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് ചീപ്പ്. ഓക്കെ, ഇനി നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, and opening. അവരൊരു അൺബോക്സിങ് ഇൻസ്ട്രക്ഷൻ ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ. ഇതാണ് അവരുടെ ആപ്പിലോട്ടുള്ള QR കോഡ്. ഞാൻ QR നോക്കാം. ഓക്കെ, ആപ്പ് ഡൗൺലോഡിലോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റോറിൽ പോയി
That's it. യെസ് ഓക്കെ. ഓക്കെ, അത് ഡൗൺലോഡ് ഇട്ടാൽ അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി റൈറ്റ്. അവർ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു ക്രോമിയുടെ സേഫ്റ്റി ഇൻഫർമേഷൻ ബുക്ക്ലെറ്റ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ടു നോട്ട് പിക്ക് അപ്പ് ഫ്ലെയിമബിൾ ഓർ കമ്പസ്റ്റബിൾ ലിക്വിഡ്സ്, അങ്ങനെ കുറേ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ. ഓക്കെ, നമ്മളതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ അവർ ഈ ബോക്സ് ആണ് നമ്മൾ ആദ്യം എടുക്കാൻ പറഞ്ഞത്. സോ ദാറ്റ് ഈസ് അവർ വാക്യൂം ഐ ഗസ്. അടിപൊളി പാക്കേജിങ് ആണല്ലേ. യെസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇതാണ് ആ ബേസ് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം. ഇത് റിമൂവ് ചെയ്യാനാണ് അവർ പറഞ്ഞത്. സോ ഓക്കെ, സോ ഇതാണ് പ്ലാറ്റ്ഫോം. സോ ഈ പ്ലാറ്റ്ഫോം ഒരു ഇൻക്ലൈൻഡ് ലെവലിലാണ് ഉണ്ടാവുക. വാക്യൂം വന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിട്ടാണ് ഡോക്ക് സ്റ്റേഷനിലോട്ട് പോകുക. നമുക്കതിനെ സൈഡിൽ വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ദ ആപ്പ്. നോട്ടിഫിക്കേഷൻ തട്ടെ. ഓക്കെ, എഗ്രിമെന്റ് ലൈസൻസ്. ഓക്കെ, എഗ്രി കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും ലോഗിൻ ചെയ്യാൻ കൊടുക്കണം. സോ സൈൻ അപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ആപ്പിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. സോ വളരെ കൂളായിട്ടുള്ള ആനിമേഷനാണ് അവർ തന്നിരിക്കുന്നത്. ആഡ്വൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഡിവൈസ് ചെയ്തിട്ട് ഓൺ ആക്കിയിട്ടില്ല. സോ ലെറ്റ്സ് കണ്ടിന്യൂ അൺബോക്സിംഗ്. ഇവിടെ ചാർജിങ് കേബിൾ വന്നിട്ടുണ്ട്. സോ ഈ പ്ലഗിൻ്റെ ഒരു ചാർജ് ഉണ്ട്. വളരെ വലുതാണ്. നമ്മൾ പലപ്പോഴും വീഡിയോസും വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത്രയും വലുതാണ് എക്സ്പെക്ട് ചെയ്തത്. ഇറ്റ്സ് ആക്ച്വലി ബിഗ്. ഇതാണ് അതിൻ്റെ സൈഡ് റോളർ ബ്രഷസ്. ഇതിൻ്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ സ്വീപ്പിംഗ് ആണ്. അതായത് വാക്യൂമിലോട്ട് എത്താത്ത ഉള്ള പാർട്ടിക്കിൾസിനെ നേരെ വാക്യൂമിലോട്ട് ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരിതാണ്. സോ ഇത് ഊരാൻ പറ്റും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി വിത്ത് സ്ക്രൂ നമ്മളില്ല. ഡാമേജ് ചെയ്യാതെ ഇത് പഠിപ്പിച്ചെടുക്കാം. സോ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയാണ് ഡോക്ക് ചെയ്യുന്നത്. ഇതാണ് AAC-യുടെ ക്യാമറ വരുന്നത്. ഇതാണ് ആ ക്യാമറ. ഇതാണ് ശരിക്കുള്ള ലൈഡാർ സെൻസർ നാവിഗേഷന്. ഇതും സെൻസിങ്ങിന് യൂസ് ചെയ്യുന്ന ലേസേഴ്സ് ആണ്. ഓക്കെ, ആൻഡ് നമ്മൾ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ ഈ ഫ്രണ്ടിൽ തന്നെ ഈ രണ്ട് സെക്ഷൻസ് നമുക്ക് എടുക്കാം, റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും ബമ്പറാണ്. അതായത് എവിടെയെങ്കിലും പോയി തട്ടുമ്പോഴത്തേക്കും വേറെ ഡാമേജ് ഒന്നും വരാതിരിക്കാനും അതേപോലെ സെൻസ് ചെയ്യാനും ഈ ടാമ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ബിഹൈൻഡ് വീൽ സി ഇത് ആന്റി മാർക്കിംഗ് വീൽസ് ആണ്. റബ്ബർ മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നമ്മൾ തറയിലൊന്നും ഉണ്ടാവില്ല. ഇതാണ് ബ്രിസിൽസ്, കണ്ടോ, സോഫ്റ്റ് ആണ്. ആൻഡ് അത് മൂവ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിലൊരു റബ്ബർ പ്ലേറ്റിംഗ് ഉണ്ട്. ഇതിൻ്റെ അകത്താണ് ഇതിപ്പോൾ നമുക്ക് രണ്ടുമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് ശരിക്കും ആ ഡീടാംഗ്ലിംഗ് ആയിട്ടുള്ള സാധനം. അപ്പോൾ ഈ ബ്രിസിൽസ് ഇതിൻ്റെ അകത്തൂടെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവും. ഓക്കെ, ആൻഡ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ റോളേഴ്സ് എടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഒറ്റ കയ്യിൽ ഇത് പിടിക്കാൻ കുറച്ച് വെയിറ്റ് ഉണ്ട്. It's about like 7 kgs or so. Not sure. Done. പാടാണ്. പെട്ടെന്ന് ഊരിയല്ലോ. പെട്ടെന്ന് ഊരി. ഓക്കെ, ഇനി ഇതാണ് റോളേഴ്സ്. ഇത് വെച്ചിട്ടാണ് അത് ശരിക്കും ആംഗിൾസ് മാറുന്നത്. ഇത് ജസ്റ്റ് ഫോർവേഡ് വീൽസ് അല്ല. അപ്പോൾ ഇതാണ് ശരിക്കും ഓട്ടോറിക്ഷയുടെ ഇതുപോലെ ഫ്രണ്ടിൽ ഒരു വീല് ബാക്കിൽ രണ്ട് വീല്. ഈ സെൻസേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു സ്റ്റെപ്പിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹൈറ്റ് ഉള്ള ഇത് വരുമ്പോഴത്തേക്കും ഹൈറ്റ് സെൻസ് ചെയ്യാനും അതേപോലെ തന്നെ കാർപ്പറ്റ്സ് സെൻസ് ചെയ്യാനും ഈ സെൻസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ മോപ്പ്. ഇതിപ്പോ മുകളിലോട്ടിരിക്കുകയാണ്. അത് താഴോട്ട് വന്നിട്ടാണ് ഈ ഡൗൺവേർഡ് ഫോഴ്സ് കൊടുക്കുന്നത്. ആൻഡ് ഇത് ജസ്റ്റ് നമ്മുടെ ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. ആൻഡ് വി ക്യാൻ വാഷ് ഇറ്റ് ഇഫ് യു വാണ്ട്. ബട്ട് ഓൾറെഡി ഇതിൻ്റെ അകത്തൊരു സിസ്റ്റം ഉണ്ട്. അതിപ്പോൾ അത് വാഷ് ചെയ്യും. സോ മിനിമൽ കെയർ മാത്രം മതി നമുക്ക്. ഞാൻ ഇവിടെ വെച്ച് ക്ലിപ്പ് ചെയ്യാൻ നോക്കട്ടെ. ഊരാൻ എളുപ്പമായിരുന്നു. തിരിച്ചു വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ,
സോ അതേപോലെ തന്നെ ഇത് ഫ്രീ മൂവിങ് ബസ്സാണ്. എപ്പോഴും ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും പോകാൻ പറ്റും. അതെ. സോ എന്തെങ്കിലും വലിയ ഇതുണ്ടെങ്കിൽ ഡേർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇതിന് വലിയ ഡാമേജ് ഉണ്ടാവില്ല. ഓക്കെ. സോ ഇതിന് 3 ഡിഫറെൻറ്റ് മോഡ്സ് ആണുള്ളത്. സ്റ്റാർട്ടിങ്, പിന്നെ ഡോക്കിലോട്ട് കൊണ്ടുപോകാനും. ഇത് നമുക്ക് എവിടെയെങ്കിലും സ്ഥലം ക്ലീൻ ചെയ്യാനാണെന്ന് തോന്നുന്നു, എനിക്കത് കറക്റ്റ് നോക്കണമെന്നുണ്ട്. ആൻഡ് ഓൾസോ ഒരു ചൈൽഡ് ലോക്ക് ഉണ്ട്. ഇത് 3 സെക്കൻഡ്സോളം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ് ലോക്ക് ആവും. അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ സെറ്റിങ്സ് ഒന്നും മാറ്റാൻ പറ്റും. ഓക്കെ, ലെറ്റ്സ് ഗോ ബാക്ക്. സോ ഞാൻ പറഞ്ഞാൽ ഇത് ചാർജിങ് പിൻസ് ആണ്. ഇതാണ് ശരിക്കും ആ ഡോക്കിൽ പോയിട്ട് ചാർജ് ചെയ്യുന്നത്. ഇതിൽ കൂടെയാണ് വാട്ടർ മാറ്റുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ബിന്നിൽ കൂടെയാണ് ശരിക്കും സക്ഷൻ നടക്കുന്നത്. നമ്മുടെ വേസ്റ്റ് തിരിച്ച് നമ്മുടെ പോട്ടിലോട്ട് പോകുന്നത്, ഡോക്കിലോട്ട് പോകുന്നത് ഇതുവഴിയാണ്. നമുക്കിതൊന്ന് ഊരി നോക്കാം. Oh my god. ഓക്കെ. സോ ഇതാണ് ഇതിൻ്റെ ഡസ്റ്റ്ബിൻ. ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഊരി നമുക്ക് ചെയ്യാന്നുള്ളൂ. ഇതിപ്പോ ഇത് അതിൻ്റെ ഹെപ്പ ഫിൽറ്റർ ആണ്. എയർ പുറത്തു പോകാതിരിക്കാൻ, നമ്മുടെ ഡസ്റ്റ് പുറത്തു പോകാതിരിക്കാൻ. ഓക്കെ. സോ ഇത് ഫിൽറ്റർ കമ്പാർട്ട്മെന്റ് മാത്രമാണ് കേട്ടോ. അങ്ങനെയല്ലേ ഉണ്ടായിരുന്നെ? ഓക്കെ. ഞാൻ ഇവിടെയാണ് ശരിക്കും ഡസ്റ്റ് കളക്ട് ചെയ്യുന്നത് പോർട്ട് വഴി. സോ ഇതിനൊരു ഓപ്പണിംഗ് ഗേറ്റ് ഉണ്ട് കണ്ടോ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സക്ഷൻ ഇതുവഴിയാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർട്ട്, ഈ ബാക്ക് എന്നുള്ള പോർട്ടിൽ നിന്ന് ഈ ഒരു പോർട്ടുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതുവഴി തിരിച്ച് നമ്മുടെ ഡോക്കിലോട്ട് പോകുന്നതും നമ്മുടെ വാക്യൂം സക്ഷൻ ഈ ഒരു പോർട്ട് കണ്ടോ, ഇങ്ങോട്ടുണ്ടോ, ഈ ഒരു പോർട്ട് വഴി കാണില്ല, നേരെ ഈ ഒരു പോർട്ട് വഴിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ. സോ ബാക്ക്. നമുക്ക് അടുത്ത ഇതിന്റെ മെയിൻ കമ്പാർട്ട്മെന്റിലോട്ട് പോവാം. ദ ഡോക്ക്. ഇതാണ് നമ്മുടെ ഡോക്ക്. അപ്പോൾ ഈ ബേസ് ശരിക്കും ഈ ഡോക്കിൽ ഇവിടെ എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഫിക്സ് ചെയ്യാം. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വാട്ടർ സ്റ്റേഷൻ ശരിക്കും. ഓക്കെ, നമ്മുടെ യുഫി നമ്മുടെ വാക്യൂം ക്ലീനർ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു സ്റ്റേഷനിലെ ചെറിയ ചെറിയ റിഡ്ജസ് ആണ്. ഇതിൻ്റെ പുറത്താണ് അതിൻ്റെ മോപ്പ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ വെള്ളം ഇവിടെ വന്നിട്ട് ആ മോപ്പ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതിനകത്തുള്ള അഴുക്ക് ഫുൾ ഇതിനകത്ത് ഇട്ടു. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്ത് ഈ ഒരു അതിൻ്റെ അകത്തോട്ടാണ് ഡോർട്ടി വാട്ടർ ടാങ്കിലോട്ട്. ഓക്കെ, ആൻഡ് ഇവിടെ കണ്ടോ, ഈ ഒരു ഇതുവഴിയാണ് നമ്മുടെ വാക്യൂമിൻ്റെ അകത്തുനിന്ന് വേസ്റ്റ് ഫുള്ള് സക്ക് ചെയ്യുന്നത്. സക്ക് ചെയ്തിട്ട് ഈ ഒരു ബോക്സിനകത്തോട്ടാണ് പോകുന്നത്. ക്ലീൻ വാട്ടർ വെക്കുന്ന ബക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നാണ് ക്ലീനിങ്ങിന് പോകുന്നത്, മോപ്പിലോട്ട് മോപ്പ് ചെയ്യാൻ പോകുന്നതല്ലോ. That's pretty well built. നല്ല ഹാൻഡിലൊക്കെ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു പുള്ളിങ് സിസ്റ്റം ആണ്. ഇവിടെ പുള്ളി ഓപ്പൺ ആവും. ഓക്കെ, ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ്. ഇവിടെ ഒരു മാക്സ് ലെവൽ ഉണ്ട്. ഇതുവരെ നമുക്ക് വാട്ടർ എടുക്കാൻ പാടുള്ളൂ. ആൻഡ് ഇതിൻ്റെ അകത്ത് ഒരു സക്ഷൻ ലൈനാണ് പോയിരിക്കുന്നത്. ആൻഡ് അത് വന്നിരിക്കുന്നത് ഈ ഹോളിന്നാണ്. ഐ തിങ്ക് ഈ ഡോക്കിൽ ഇവിടെ ആയിട്ടാണ് അത് ശരിക്കും യോജിക്കപ്പെടുന്നത്. ആൻഡ് ഇതുവഴി ആ വാട്ടർ സക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡേർട്ടി വാട്ടർ. അഗൈൻ സെയിം ഇതിൽ ഓപ്പൺ. സോ ഓക്കെ, സോ ഇതിൻ്റെ അകത്തോട്ടാണ് തിരിച്ച് അതേപോലെ ഒരു പോർട്ട് ഉണ്ട് ഇവിടെയും. ഡേർട്ടി വാട്ടർ ഇതിൻ്റെ അകത്തോട്ട് കളക്ട് ചെയ്യും ഈ പോർട്ട് വഴി. ആൻഡ് ഇതിനൊരു ബോയൻസി സിസ്റ്റം ഉണ്ട്, ബോയ് സിസ്റ്റം. അപ്പോൾ ഇത് ഫുൾ ആകുമ്പോഴത്തേക്കും പിന്നെ അത് ക്ലീൻ ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്, ഇതാണ് അതിന്റെ പിൻ. സോ ആ വേസ്റ്റ് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ലോട്ടാണ് പോകുന്നത്. സോ ഇറ്റ് കംസ് ഇൻ ടു ദിസ് ബാഗ് ആൻഡ് ബാഗ് ഈസ് വെരി ഗുഡ്. നമുക്ക് അപ്പം തന്നെ ക്ലോസ് ചെയ്യാൻ പറ്റും. സോ പുറത്തോട്ടൊന്നും പോകാതിരിക്കാൻ. Can we wash the bag? No, it's not reusable actually. Use and throw. Use and throw. So we'll have to buy bags? Yes, we'll have to buy bags. But ഇതൊരു 7 weeks ഓളം ഒരു ബാഗ് പോകുന്നാണ് പറയുന്നത്.
വേറൊരു ടെക്നിക്ക് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റോബോട്ട് വാക്യൂം ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് വീട്ടിൽ വേറൊരു വാക്യൂം ഉണ്ടാവും. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് റീയൂസ് ചെയ്യാനായിട്ട് ഈ ഇതെടുത്തതിന് ശേഷം നമ്മുടെ ഹോം വാക്യൂം ജസ്റ്റ് ഇതിൻ്റെ അകത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റ് ഫുൾ ഹോം വാക്യൂമിൻ്റെ അകത്ത് പോകും. സോ നമുക്ക് ഇത് ശരിക്കും റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. മൾട്ടിപ്പിൾ ടൈംസ് വേണമെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റും. ടിപ്പാണ്. ഓക്കെ, സോ ദാറ്റ്സ് ദാറ്റ്. ഓക്കെ, ആൻഡ് ഇവിടെയാണ് നമ്മൾ പവർ കണക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരത്തെ കിട്ടിയ കേബിൾ ഉണ്ട്. Okay. വെള്ളം നിറച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ ഡിറ്റർജന്റ് ഇടാം. ബട്ട് നോർമൽ ആയിട്ടുള്ള ഡിറ്റർജന്റ് ഇടരുതെന്നാണ് അവർ പറയുന്നത്. കാരണം പമ്പിനും അതുപോലെ നമ്മൾ റോബോട്ട് വാക്യൂമിനും അത് പ്രോബ്ലം. ഇപ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡിറ്റർജൻസ് ശരിക്കും ഇതിന് വേണ്ടി ആവശ്യമില്ല. നമുക്ക് മറ്റേ ലൈസോൾ അങ്ങനത്തെ ഉപയോഗിക്കാൻ പറ്റില്ല. അതും പറ്റില്ലേ? സോ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇതുണ്ട്. ലൈറ്റ് വന്നിട്ടുണ്ട് കണ്ട. Nice. So, start him up. Okay, he's on. And he's on now. Okay. Power വന്നിട്ടുണ്ട്. So, let's get him back to the dock. ചാർജ് ചെയ്യട്ടെ. അതിനുശേഷം നമുക്കൊരു ട്രയൽ റണ്ണ് ഓടിക്കണം മാപ്പിങ്ങിന് വേണ്ടി. അപ്പോൾ ഒരു മാപ്പിംഗ് റൺ ഉണ്ട്. അപ്പോൾ മാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആപ്പിൻ്റെ അകത്ത് നമ്മുടെ വീടിൻ്റെ ഒരു മാപ്പ് ഫോളോ ചെയ്യുന്നതാണ്. അതിൻ്റെ അകത്ത് നമുക്ക് നോ ഗോ സോൺസ്, അതായത് വാക്യൂം എവിടെയൊക്കെ പോകാൻ പാടില്ല അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഒരു നോർമലായിട്ടുള്ളൊരു വാക്യൂം ആൻഡ് ഒരു മോപ്പിംഗ് സെഷൻ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് അതിനുശേഷം. Why is it making sound? സോ ഇത് ഡോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തെ ഈ ശബ്ദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ ബിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ അകത്തുള്ള വാക്യൂമിൻ്റെ അകത്തുള്ള ബിന്നിന്ന് ശരിക്കും ഇതിൻ്റെ അകത്തോട്ട് ഫില്ല് ചെയ്യുന്ന ഇതിൻ്റെ അകത്തുള്ള വാക്യൂമിൻ്റെ ശബ്ദമാണ്. സോ നമ്മുടെ വാക്യൂം ക്ലീനറിനെക്കാളും ശബ്ദം കൂടുതലാണ് അതിന്. ആൻഡ് ഇപ്പൊ കണ്ടോ വാട്ടറിൻ്റെ ഇത് അത് ശരിക്കും ആ മോപ്പ് ക്ലീൻ ചെയ്യുന്ന ശബ്ദമാണ്. ഓക്കെ, ഹൗ ഇസ് ഇറ്റ്? Nice. Interesting. Okay guys, ഇനി നമുക്കിത് ചാർജ് ചെയ്തിട്ട് കാണാം. ആദ്യത്തെ പ്രാവശ്യം നമ്മളിത് റൺ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിന്റെ ഒരു മാപ്പ് ഉണ്ടാകും. അപ്പോൾ അതിനായിട്ട് ടാപ്പ് ടു ക്രിയേറ്റ് മാപ്പ് ഉണ്ട്, അത് പ്രസ് ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യുന്നേ? ഇപ്പൊ ഫുൾ നമ്മുടെ വീടിന് ചുറ്റും ഇത് പോയിട്ട് ഈ വീടിന്റെ ഫുൾ ഒരു മാപ്പ് ഉണ്ടാകും. സോ ദാറ്റ് അടുത്ത പ്രാവശ്യം മുതൽ അത് പോകുമ്പോഴത്തേക്ക് അതിനറിയാം ഇങ്ങോട്ടാണ് പോകേണ്ടത്, എവിടേക്കാണ് പോകേണ്ടത്. സോ ആദ്യത്തെ പ്രാവശ്യം ഇത് മനസ്സിലാക്കാൻ അതിന്റെ ലൊക്കേഷൻ, അതിന്റെ പിൻ പോയിന്റ് ചെയ്യാണ് ലൊക്കേഷൻ. ഓക്കെ, അപ്പൊ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, തന്നെത്താനെ മാപ്പ് ചെയ്തോളും. അപ്പോൾ നമ്മുടെ മാപ്പിംഗ് തീർന്നിരിക്കുകയാണ്. നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഓൾറെഡി മാപ്പ് ചെയ്ത് ഇത് കാണാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് കസ്റ്റമൈസേഷൻ മോഡ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് ഇംഗ്ലീഷ് വോയിസ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ടല്ലേ? കാർപ്പറ്റിന്റെ മുകളിലേക്ക് കയറുന്നുണ്ടല്ലേ? ഇതിന്റെ അകത്ത് ഇങ്ങനെ കാണിക്കുകയും ഇവിടെയൊക്കെ പോയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഈ വൈറ്റ് സ്ട്രീറ്റ്സ് ശരിയാ, അവിടെ ഇപ്പൊ ക്ലീൻ ചെയ്തു അല്ലേ? ഓക്കെ.
ആൻഡ് അതാണ് ആ ഒരു മോഡ്, അതായത് കാർപ്പറ്റിന്റെ മോഡ് പോകുമ്പോഴത്തേക്കും മോപ്പിന്റെ മോഡിലോട്ട്. ഓക്കെ, ഇതിനകത്ത് ഇതൊക്കെയാണ് ഇതിന്റെ മോഡ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മള് സ്മാർട്ട് മോഡ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ക്ലീനിങ് സ്ട്രാറ്റജി സ്വന്തമായിട്ടും എടുക്കും. ഓക്കെ, ഇനി നമുക്ക് ക്ലീനിങ് ഇന്റൻസിറ്റി കൂട്ടാം. അതായത് പെട്ടെന്ന് ക്ലീൻ ചെയ്യണോ, സ്റ്റാൻഡേർഡ് ആയിട്ട് നോർമലി ക്ലീൻ ചെയ്യണോ, ഡീപ് ക്ലീൻ എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയാക്കാനായിട്ട് ഒരുപാട് അഴുക്കുണ്ടെങ്കിൽ ഡീപ് ക്ലീനിങ് ചെയ്യാൻ നോക്കാം. അത് കഴിഞ്ഞ് അടുത്ത വാക്യൂം മോപ്പിങ്ങിന് നമുക്ക് വാക്യൂം പ്ലസ് മോപ്പിംഗ് ചെയ്യാം, അല്ലെങ്കിൽ വാക്യൂം മാത്രം ചെയ്യാം, അല്ലെങ്കിൽ മോപ്പിംഗ് മാത്രം ചെയ്യാം. ഇനി സക്ഷൻ ആണെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റാൻഡേർഡ് സെക്ഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇത്രയും ശബ്ദം വേണ്ടെങ്കിൽ ക്വയറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്വയറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ പവർ കുറയും, ബട്ട് ഓൺ ദ അതർ ഹാൻഡ് സൗണ്ടും കുറയും. സ്റ്റാൻഡേർഡ് നോർമലാണ്. ഇനി അടുത്തുള്ള ടർബോ ആണ്. ടർബോ എന്ന് പറഞ്ഞാൽ കുറെ കൂടെ നല്ല സ്ട്രെങ്ത്തിൽ അതിന്റെ സെക്ഷൻ നടക്കും. മാക്സിമം ആണ് ഏറ്റവും കൂടുതൽ. മാക്സിമം കൂടുതലും കാർപ്പറ്റ്സിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു സ്റ്റാൻഡേർഡ് ഇട്ട് ചെയ്യാം. അതേപോലെ തന്നെ വാട്ടർ ലെവലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എത്രമാത്രം വാട്ടർ ഇത് മോപ്പ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യണം, ലോ, മീഡിയം, ഹൈ. പിന്നെ ഈ ഒരു മോഡ് എന്ന് പറഞ്ഞാൽ എഡ്ജ് ഹഗ്ഗിങ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ചുമരിന്റെ സൈഡ് ക്ലീൻ ചെയ്യാനായിട്ടുള്ളതാണ് എഡ്ജ് ഹഗ്ഗിങ്. അതെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിന്ന് കുറച്ച് നേരം ചെയ്യാം. അപ്പോൾ എഡ്ജ് ഹഗ്ഗിങ് ചെയ്യുമ്പോഴത്തേക്കും 5 മിനിറ്റ് എക്സ്ട്രാ ഓരോ 100 സ്ക്വയർ മീറ്ററിലും വരുന്നതാണ് ഇത് പറയുന്നത്. ഇനി വാക്യൂം ക്ലീനറിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ട്രാക്കിംഗ് ആണ്. സ്മാർട്ട് ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകുന്നോ അത് നമ്മളെ ട്രാക്ക് ചെയ്ത് വാക്യൂം ക്ലീനർ നമ്മുടെ ബാക്കിലോട്ട് വരും. ഓക്കെ, അതിനായിട്ട് നമ്മൾ ഈ ബമ്പറിൽ ഒരു 3 സെക്കൻഡ്സ് ഇങ്ങനെ ചവിട്ടി പിടിക്കുക. അപ്പോൾ ഒരു വോയിസ് വരും. അറിയുന്നുണ്ട്. ഞാൻ തന്നെ പോലെ അപ്പോൾ ഗൈസ് നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. വാക്യൂമിങ്ങും കഴിഞ്ഞു, മോപ്പിങ്ങും കഴിഞ്ഞു. നമ്മൾ മാനുവലി ചെയ്യുന്ന അത്ര തന്നെ നല്ല വൃത്തിയായിട്ടുണ്ട്. സോ യാ, ഒരു ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് തോന്നുന്നു അല്ലേ? ഓക്കെ, വെള്ളമുണ്ട്. അപ്പോൾ അത്രയും ഡേർട്ട് ഉണ്ട്. ഇത് ഡിറ്റർജന്റ് ഒന്നും ഇടാതെയാണ് ഇത്രയും ഡേർട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കൊള്ളാം. അതിന്റെ അകത്തോട്ട് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും വന്നിട്ടില്ല. 1 വീക്ക് നിൽക്കുന്ന പറഞ്ഞു. ചിലപ്പോ അത് ചെയ്തിട്ടുണ്ടാവില്ല. നമുക്ക് അതിന്റെ ഡസ്റ്റ് പാൻ നമുക്ക് എടുത്ത് നോക്കാം. ഒരുപാട് ലിസ്റ്റ്. ഓക്കെ, മെയിൻലി ഹെയർ ആൻഡ് കുറച്ച് ഡസ്റ്റ് ഒക്കെ കറക്റ്റ് എല്ലാതും കിട്ടിയിട്ടുണ്ട്, ചെറുതും വലുതൊക്കെ ആയിട്ട്. Okay, it's a good investment. Yes, so that is our new member, right? Yes. നമ്മളൊരു പേരിട്ടിട്ടില്ല, പേരിടണം. അച്ചുമാമൻ വേലായുധൻ ഇടാന്ന് പറയുന്നുണ്ട്. വേല എടുക്കുന്നവനായതുകൊണ്ട് വേലായുധൻ എന്ന് വിളിക്കാന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും പേര് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലും സജസ്റ്റ് ചെയ്യാം. Well, that's it, guys. See you next time.